കാശ് നമ്മൾ ചാലിയത്തുള്ള ലൈറ്റ് ഹൗസിലേക്ക് കയറുകയാണ്. ഇതാണ് ലൈറ്റ് ഹൗസ്. വാവ്, നമ്മളിതിന് മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 10 രൂപ ഫീസുള്ളൂ. 10 രൂപ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലറ്റം കയറി പോവാം. അപ്പോൾ ചെരുപ്പ് ഇടണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെരുപ്പ് അയച്ചിട്ടുണ്ട്. മേളിലേക്ക് പോവുകയാണ് കേട്ടോ. ഫിനിഷ് ഇനി ഏറ്റവും മോട്ടോ പോവാണ് ഓർഡർ എടുക്കാൻ. അപ്പം നമ്മൾ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. ഇനി നിർമ്മൽ ഇത് സംസൂന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറി കുടിക്കുക. ഓൾമോസ്റ്റ് നമ്മൾ സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഞാൻ പണ്ട് ഹിമാലയൊക്കെ കയറിയതുകൊണ്ട് നമുക്ക് ഈ കാറ്റൊരു ഇതായി തോന്നണില്ല. അയ്യോ, ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഹിമാലയത്ത് പണ്ട് ഞാൻ കയറിയപ്പോണ്ടേ നമുക്കിത് അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ആഹാ, ടാസ്ക് കയറും. അപ്പോൾ കയറി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഷിപ്പിനകത്തുനിന്നൊക്കെ കയറി ഇറങ്ങണം ഗൈസ്. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ഒരു സാധനം, ലൈറ്റ്. ഓ എൻ്റെ അമ്മേ, ഇതാണ് ഈ സാധനം. തിരിയില്ലേ, ഇത് ഇങ്ങനെ തിരിഞ്ഞുമ്പോഴാണ് ലൈവ് ഒന്നുമില്ല, ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണിത്. നമ്മൾ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുന്നതായിരുന്നു സംഭവം കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ആ പാറക്കെട്ടുകളാണ് ആ കാണുന്നത്. അപ്പോഴത്തെ ഇതാണ് ചാലിയം. ഒരുപാട് നാൾ കയറണം എന്ന് വിചാരിച്ചാൽ അതാണ് ബേപ്പൂർ പോർട്ടൊക്കെയാണ്. അത് ജങ്കാർ. ഇത് പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു ടവറാണ്, കോസ്റ്റലിൻ്റെ റഡാറാണ്. വർക്ക് മുഴുവനായിട്ടില്ല. പിന്നെ ഇവിടുന്ന് കാണുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമാണ്. അത് ലെൻസ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി ഇത് 5:45 ആകുമ്പോഴാണ് അവർ ഇത് കൊടുക്കൽ. പൂർണ്ണമായിട്ട് ഇലക്ട്രിക്കാണ്, സോളാറല്ല. വളരെ ടാസ്ക്കാണ് ഇതിനുള്ളിൽ കയറുക എന്ന് പറയുന്നത്. ഷിപ്പിലൊക്കെ കയറി ഒരു പരിചയം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നു ഷിപ്പിൽ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റിനാകെ 10 രൂപ ഉള്ളൂ. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാലിയം, ബേപ്പൂർ പോർട്ട്, ജങ്കാർ സർവീസ്, പുളിമുട്ട് ഒക്കെ കാണാം. നമുക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു സംഭവമാണ് കാണാൻ. നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ മറ്റേ അനാർക്കലി ഫിലിമിൽ കാണുന്നില്ലത്, ബിജു മേനോനും പൃഥ്വിരാജൊക്കെ ക്ഷീണിച്ച് ഓടിക്കളിച്ച് വന്നിരിക്കുന്ന ഒരു സീൻ പോലത്തെ ഒരു സീൻ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ തിരിച്ചറിഞ്ഞാൽ വിനേഷ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നമ്മൾ പോയ താഴോട്ടിറക്കാണ്. നമ്മൾ ഇത്രയും തോകളിൽ ഈ താഴോട്ടിറക്കാൻ പോകുന്നത്. ഇറക്കാൻ നല്ല സുഖമുണ്ട്, കയറാൻ കുറച്ച് ടാസ്ക്കാണ്. കുഴപ്പമില്ല, ആരോഗ്യമുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഇറങ്ങി പോകാമെന്നുള്ളൂ.
ഗായ്സ് നമ്മളപ്പോൾ നമ്മൾ വിടുകയാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക. പിന്നെ ടൈം ഷെഡ്യൂൾ നമ്മൾ കാണിച്ചു തരാം. അതിപ്പോൾ സൺസെറ്റിൻ്റെ അനുസരിച്ചാണ് അവർ ക്ലോസ് ചെയ്യൽ. ഇന്നിപ്പോൾ 5:30ക്ക് ക്ലോസ് ചെയ്യും. ചില സമയം ഇനി സൺസെറ്റിൻ്റെ ടൈം അനുസരിച്ച് 6 മണി വരെയൊക്കെ പോകുമെന്നാണ് അവർ പറയുന്നത്.